പിതാവിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ തന്നെയും മകനെയും മർദ്ദിച്ചുവെന്ന് പറഞ്ഞ പരാതിയുമായി എം ലോറൻസിന്റെ മകളായ ആശ ലോറൻസ് CPM എറണാകുളം ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ ഉള്ളവർക്കെതിരെയാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ആശ ലോറൻസ് പരാതി നൽകിയത്. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുകയാണ്. നവമി, എന്താണ് ആശ ലോറൻസിന്റെ പരാതിയിൽ പറയുന്നത്? മഞ്ജുഷ്, എം ലോറൻസിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ച സമയത്ത് അവിടെ നടന്ന നാടകീയമായിട്ടുള്ള നീക്കങ്ങളും അതിന്റെ ദൃശ്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതിൽ വ്യക്തമായി കാണാം എം ലോറൻസിന്റെ മകളെയും ഒപ്പം മകളുടെ മകനെയും അവിടെയുള്ളവർ ഉപദ്രവിക്കുന്നതും മുഖത്ത് കയറി പിടിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്, തള്ളിപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നതുമൊക്കെ. എന്തായാലും ഈ ദൃശ്യങ്ങളൊക്കെ പ്രചരിച്ചതിന് പിന്നാലെയാണ് ആശ ലോറൻസ് പരാതിയുമായി സിറ്റി പോലീസ് കമ്മീഷണറെ സമീപിച്ചിരിക്കുന്നത്. ഈ പരാതിയിൽ പ്രധാനമായും പറയുന്നത് പിതാവിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ വനിതകൾ ഉൾപ്പെടെയുള്ള റെഡ് വോളണ്ടിയർമാർ മർദ്ദിച്ചു എന്നും ആശ ലോറൻസ് പരാതിയിൽ പറയുന്നുണ്ട്. CPM ജില്ലാ സെക്രട്ടറി CN മോഹനനും ലോറൻസിന്റെ മകൻ ML സജീവനും സഹോദരി ഭർത്താവ് ബോബനും മർദ്ദനത്തിന് കൂട്ടുനിന്നു എന്നും പരാതിയിൽ പറയുന്നുണ്ട്. തനിക്കും തന്റെ മകനും ഈ മർദ്ദനത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. തങ്ങൾക്ക് ചില ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടെന്നും കൂടി പരാതിയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്റെ പരാതി സ്വീകരിച്ച് ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ ആശ ലോറൻസ് പറയുന്നത്. എന്തായാലും ആ ദൃശ്യങ്ങളടക്കം വലിയ രീതിയിൽ പ്രചരിച്ചതായിരുന്നു. ആശ ലോറൻസിന്റെ മകനെയും അവിടെ ഉണ്ടായിരുന്നവർ മർദ്ദിക്കുന്നതും പിടിച്ചു പുറത്തേക്ക് തള്ളുന്നതും ഒക്കെ കൃത്യമായി ദൃശ്യങ്ങൾ കണ്ടതുമാണ്. മറ്റൊരു കാര്യം, ഈ എം ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് നൽകുന്നതുമായി ബന്ധപ്പെട്ട വലിയ തർക്കങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. എന്തായാലും അതിനുവേണ്ടി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ 3 മക്കളെയും വിളിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ, ഇവരിൽ നിന്നും വിശദമായിട്ടുള്ള വിശദീകരണം കേട്ടതിന് ശേഷമായിരിക്കും മൃതദേഹത്തിന്റെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ആശ ലോറൻസ് നൽകിയ പരാതിയിൽ പറയുന്നത് തന്നെയും തന്റെ മകനെയും മർദ്ദിച്ചു എന്നതാണ്. അല്ല, നവമി പറയുകയുണ്ടായി എം ലോറൻസിന്റെ മൃതദേഹത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല എന്ന്. എന്തുകൊണ്ടാണ് ഇത് വൈകുന്നത്? ഈ തീരുമാനം ആശുപത്രി സൂപ്രണ്ടിനാണല്ലോ കോടതി നിർദ്ദേശം നൽകിയിരുന്നത്. മഞ്ജുഷ, ഇന്നാണ് ആശുപത്രി സൂപ്രണ്ട് 3 മക്കളെയും വിളിപ്പിച്ചിട്ടുള്ളത്. ഇവർ 3 പേരും ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിലുണ്ട്. ഇവരെ ഓരോരുത്തരെയും വിശദമായി കേൾക്കുകയാണ് പ്രിൻസിപ്പൽ. അതിനുശേഷമായിരിക്കും ഉചിതമായിട്ടുള്ളൊരു തീരുമാനമെടുക്കുക. പക്ഷെ അപ്പോഴും ആശ ലോറൻസ് പറയുന്നുണ്ട്, വിപരീതമായ, അതായത് തനിക്ക് അനുകൂലമല്ലാത്ത രീതിയിലുള്ള ഒരു നടപടിയാണ് അല്ലെങ്കിൽ ഒരു തീരുമാനമാണ് പ്രിൻസിപ്പലിന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെങ്കിൽ തുടർ നടപടികളുമായി കോടതിയെ സമീപിക്കാൻ തന്നെയാണ് തന്റെ തീരുമാനമെന്ന് ആശ ലോറൻസ് പറയുന്നുണ്ട്. അതിനിടയിൽ തന്നെ പാർട്ടിയും ആശ ലോറൻസുമായ ഇതൊരു ഒത്തുതീർപ്പിലേക്ക് അല്ലെങ്കിൽ ഇരു കൂട്ടർക്കും ഉചിതമാകുന്ന രീതിയിലേക്ക് അവരുടെയൊക്കെ സമ്മതത്തോടു കൂടി നീങ്ങുന്നതല്ലേ ഉചിതമെന്ന തരത്തിൽ പാർട്ടിയിൽ ചില ചർച്ചകൾ നടന്നിരുന്നു. പക്ഷേ അതുമായി സഹകരിക്കാൻ ആശ ലോറൻസ് തയ്യാറായിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്നിപ്പോൾ പ്രിൻസിപ്പലിന്റെ മുന്നിൽ 3 മക്കളും എത്തിയിട്ടുണ്ട്. ഇവരെ ഓരോരുത്തരായി വിശദീകരണം, ഇവർക്ക് പറയാനുള്ളത് അത് വിശദീകരണം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ നടപടികളാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ നടക്കുന്നത്. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. തന്നെയും മകനെയും മർദ്ദിച്ചുവെന്നാണ് എം ലോറൻസിന്റെ മകൾ ആശ ലോറൻസ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത്.